എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിരുന്നു. എല്ലാവരും ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ആ സന്തോഷത്തിൽ നാളത്തെ ഒരു പ്രധാനപ്പെട്ട ദിവസത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. നാളെ ജനുവരി 27 തിങ്കളാഴ്ചയാണ് എന്നുള്ളതിന് കൂടെ നമുക്ക് പ്രദോഷവ്രതം കൂടി വരുന്ന ഒരു ദിവസമാണ്. പ്രദോഷവ്രതം വരുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പരമേശ്വരൻ ദേവി പാർവതിയോടൊത്ത് നമ്മളെ അനുഗ്രഹിക്കാൻ വരുന്ന ഒരു ദിവസമാണ്. രണ്ടുപേരും അതീവ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത്. പ്രദോഷകാലം എന്ന് പറയുന്നത് സന്ധ്യയ്ക്കാണ്. ഈ സന്ധ്യയ്ക്ക് നമ്മൾ ഉമാമഹേശ്വരനെ പൂജിക്കുക, ഉമാമഹേശ്വര ജപം ചെയ്ത് വ്രതശുദ്ധിയോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. പ്രദോഷം എന്ന് പറയുമ്പോൾ സൂര്യാസ്തമയത്തിന് 1.5 മണിക്കൂർ മുമ്പും സൂര്യാസ്തമയത്തിന് 1.5 മണിക്കൂർ ശേഷവുമുള്ള ശുഭകരമായ ആ 3 മണിക്കൂർ കാലയളവിനെയാണ് നമ്മൾ പ്രദോഷകാലം എന്ന് വിളിക്കുന്നത്. അതായത് ഓരോ ചന്ദ്രമാസത്തിലും ത്രയോദശി ദിവസമാണ്. അതായത് ത്രയോദശി തിഥി വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വരുന്ന ദിവസങ്ങളിലാണ് നമ്മൾ സാധാരണ പ്രദോഷകാലം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രമാസം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു മാസത്തിൽ എടുക്കുമ്പോൾ 2 തവണയാണ് നമുക്ക് വ്രതം വരിക. ഒന്ന് ശുക്ലപക്ഷ പ്രദോഷവ്രതം വരും, പിന്നെ ഒന്ന് കൃഷ്ണപക്ഷ പ്രദോഷവ്രതവും വരും. ഈ 2 പ്രദോഷവ്രതവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 12 പ്രദോഷവ്രതം എടുക്കുന്നത് അത്രയും അത്യുന്നതമായിട്ടാണ് കാണുന്നത്. അർദ്ധനാരീശ്വര സങ്കല്പത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുന്നതിന്, അത്രയും സന്തോഷത്തോടെ കുടുംബജീവിതം കൊണ്ടുപോകുന്നതിന് ഈ 12 പ്രദോഷവ്രതം എടുക്കണം എന്നാണ് പറയുക. അതിൽ തന്നെ എപ്പോഴും പ്രദോഷവ്രതം ശനിയും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഏറ്റവും അത്യുന്നതമായിട്ട് കാണുന്നത്. ഇപ്പോൾ നമുക്ക് തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ മഹാദേവൻ്റെ ദിവസം തന്നെയാണ്. അപ്പോൾ തിങ്കളാഴ്ചയും പ്രദോഷവും ഒരുമിച്ച് വരുന്നതിന് സോമപ്രദോഷം എന്നാണ് വിളിക്കുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് പ്രദോഷവ്രതത്തിന് നമ്മുടെ നന്ദി ഉണ്ടല്ലോ, മഹാദേവൻ്റെ വാഹനം നന്ദി, ആ കാള നമ്മൾ അമ്പലത്തിലൊക്കെ കാണുന്നില്ലേ. അപ്പം നന്ദിയുടെ ആരാധനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദിവസമാണ് പ്രദോഷവ്രതം അല്ലെങ്കിൽ പ്രദോഷകാലം എന്ന് പറയുന്നത്. എപ്പോഴും ഈശ്വരന് നന്ദിയുടെ കൊമ്പുകൾക്കിടയിലൂടെ തൊഴാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലതായിട്ടാണ് കാണുന്നത്, വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. ഇനി പ്രദോഷം എന്നാൽ എന്താണെന്ന് നോക്കാം. സംസ്കൃതത്തിൽ പ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കം ചെയ്യുന്ന ഒന്ന് എന്നുള്ള രീതിയിൽ നീക്കം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ദോഷമാണ് വരുന്നത്. അപ്പോൾ ദോഷം എന്ന് പറയുന്നത് എല്ലാ അശുഭകരമായ കർമ്മങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളിൽ നിന്നുള്ള മുക്തി എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് പ്രദോഷം എന്നുള്ള വേർഡ് കൊണ്ട് തന്നെ സംസ്കൃതത്തിൽ അർത്ഥമാക്കുന്നത്. അതായത് മഹാദേവൻ പരമശിവൻ നമ്മുടെ എല്ലാ കർമ്മങ്ങളും പാപങ്ങളും ഇല്ലാതാക്കുകയും ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും സൂര്യൻ ഇങ്ങനെ ചക്രവാളത്തിൽ ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അസ്തമിക്കുന്ന സമയത്ത് മനസ്സ് പൂർണ്ണ ശാന്തമാക്കുകയും മഹാദേവനെക്കുറിച്ചും ദേവിയെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് കടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രദോഷത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ വ്രതം എന്ന് പറയുമ്പോൾ നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്ന പോലെ ശരിക്കും ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ ഒന്നും ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ വെജിറ്റേറിയൻ ആയിക്കൊണ്ട്, അതായത് മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ അങ്ങനെയുള്ളവരാണെങ്കിൽ പച്ചക്കറികൾ മാത്രം കഴിച്ചുകൊണ്ട് എടുക്കേണ്ട വ്രതമാണ് പ്രദോഷവ്രതം എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക,
പിന്നെ വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോൾ ഭദ്രദീപം കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പൂക്കൾ സമർപ്പിക്കുക. വിളക്കിനടിയിലും വിളക്കിൻ്റെ കാലിൽ എന്ന് വെച്ച പോലെ പാദത്തിൽ അവിടെ പൂക്കൾ സമർപ്പിക്കുക. പൂക്കൾ എന്ന് പറയുമ്പോൾ ഏറ്റവും നന്നായിട്ട് പറയുന്നത് അരിക്കിൻ പൂവ്, പിന്നെ നമ്മുടെ ശംഖുപുഷ്പം ഉണ്ടല്ലോ, നീല ശംഖുപുഷ്പം, പിന്നെ വെള്ള പൂക്കൾ ഏതായാലും മതി, ചെമ്പരത്തി, വെള്ള ചെമ്പരത്തി, നന്ദ്യാർവട്ടം, മുല്ലപ്പൂവ് മുതലായ പൂക്കൾ സമർപ്പിക്കുക. അല്ലെങ്കിൽ കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കുക. ഇങ്ങനെ ഒരു പൂവ് കൊണ്ടുള്ളൊരു അർച്ചന നടത്തണം എന്നാണ് പറയുന്നത്. പുഷ്പാഞ്ജലി ചെയ്യുക, പുഷ്പാർച്ചന ചെയ്യണം, വിളക്കിനും ചെയ്യണം. പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിന് ശേഷം ശിവനാമം ജപിക്കുമ്പോൾ നമ്മുടെ മഹാദേവൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ശിവലിംഗമൊക്കെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ അതിൽ അഭിഷേകം ചെയ്തതിന് ശേഷം പാലും വെള്ളവും അഭിഷേകം ചെയ്തതിന് ശേഷം പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തതിന് ശേഷം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ സമയം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തേണ്ട സമയം എന്ന് പറയുന്നത് 6:15-നും 6:40-നും ഇടയ്ക്കാണ് വിളക്ക് കൊളുത്തേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരേ സമയം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഒരേ സമയം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ വിളക്ക് കൊളുത്താൻ നോക്കൂ. അപ്പം നമ്മുടെ എല്ലാ ഭവനങ്ങളിലും അതേ സമയം ഈശ്വരന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും വിളക്കും വരിക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന കാര്യമാണ്. പിന്നെ എന്താ, ഉമാമഹേശ്വര സങ്കല്പത്തിന് രണ്ടുപേരും, മഹാദേവനാണെങ്കിലും ദേവിയാണെങ്കിലും ഭയങ്കര ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ആ സമയത്ത് ഈശ്വരൻ നമുക്ക് തരും എന്നാണ് അത് പറയുന്നത്. പ്രദോഷവ്രതത്തിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. പിന്നെ പ്രദോഷ ദിവസം നന്ദിദേവന്, പരമശിവൻ്റെ വാഹനമായ നന്ദിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുല്ലോ. അപ്പം നമ്മൾ ദാനം ചെയ്യുക, അതായത് പശു മാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വാഴപ്പഴങ്ങൾ, അല്ലെങ്കിൽ ശരിക്കും തമിഴ്നാട്ടിലൊക്കെ അകത്തി ചീരയുടെ നല്ലോണം കിട്ടും. അപ്പോൾ അകത്തി ചീരയാണ് കൊടുക്കുക തമിഴ്നാട്ടിലൊക്കെ. നമ്മുടെ ഇവിടെ നമുക്ക് വാഴപ്പഴമോ ചീരയോ എന്താ വെച്ചാൽ അത് പശുക്കൾക്ക് കൊടുക്കുന്നത് ശ്രേഷ്ഠമായിട്ടാണ് കാണുന്നത്. ഇനി വീടുകളിലൊന്നും ഇങ്ങനെ ദൈവപൂജ ചെയ്യണില്ലെങ്കിൽ എന്താണ്, അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക, എന്നിട്ട് ദീപാരാധന കാണുക, തൊഴുത് പ്രാർത്ഥിക്കുക. അതുതന്നെ വലിയ കാര്യമാണ്. എപ്പോഴും പോകുമ്പോൾ ഈശ്വരനൊരു നെയ്വിളക്കോ ഇങ്ങനെ എന്താ പറയുക, കയ്യിലൊന്നുമില്ലാതെ പോകുന്നതിന് പകരം ഒരു നെയ്വിളക്ക് നേർന്നിട്ട് നെയ്വിളക്ക് സമർപ്പിക്കുക ഈശ്വരന് ആ സമയത്ത്. അല്ലെങ്കിൽ അഭിഷേകം ചെയ്യാനുള്ളത് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. അത് ഒരു പുണ്യമാണ് ശരിക്കും. ജലാഭിഷേകം നടത്തിയാലും മതി. ജലാഭിഷേകത്തിന് അങ്ങനെ വലിയ ചാർജൊന്നും ഇല്ലല്ലോ അമ്പലങ്ങളിൽ. അല്ലെങ്കിൽ ശംഖാഭിഷേകം നടത്തുക. അങ്ങനെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹത്തിനും, അതായത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പഠിക്കുന്നതിലുള്ള ഉന്നതി, വിജയം, സന്തോഷം, ബഹുമാനം, പിന്നെ നമ്മൾ ഓരോ പ്രൊഫഷൻ അനുസരിച്ച് എന്തിപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബസുഖമില്ലാത്തവർക്ക് കുടുംബസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ നടത്തിത്തരും എന്ന് പൂർണ്ണമായി വിശ്വാസമാണ് എപ്പോഴും വലുത്. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അപ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളൊരു വിശ്വാസത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്യാനേ ഉള്ളൂ. വേറൊരാൾ ചെയ്യണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ പിന്നാലെ നടന്ന് ദോഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അവർ ചെയ്യണില്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണ ഒരു കാലത്ത് അവർ തിരിച്ചിങ്ങോട്ട് വരുമെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ വേറൊരാളുടെ പിന്നാലെ ദോഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ആ വീടുകളിലോ ആ മനസ്സുകളിലോ ഈശ്വരൻ ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഏതൊരു പ്രാർത്ഥനയായാലും ഏതൊരു ഭക്തിയായാലും ഏറ്റവും വേണ്ടത് ശരീരശുദ്ധിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മനഃശുദ്ധിയാണ്. മാനസികമായ ശുദ്ധീകരണമാണ് ഓരോ വ്രതവും കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ ആ സമയത്ത് ഈശ്വരനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഈശ്വരനിലേക്ക് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അടുക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായും ഈശ്വരന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പം മാനസിക ശുദ്ധീകരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാധാന്യത്തോടെ കാണേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. നാളെ പ്രദോഷമാണ്. പ്രദോഷവ്രതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് എടുക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. ഉപവാസം അല്ലാതെ നമുക്ക് വെജ് മാത്രം കഴിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചിട്ട് എടുക്കാം. എന്നിട്ട് സന്ധ്യയ്ക്ക് രാവിലെ കുളിക്കണം എന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ അമ്പലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, ദീപാരാധന തൊഴുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും പൂജ ചെയ്യുക. ഇത്രയാണ്. പിന്നെ നാമങ്ങൾ, നാമങ്ങൾ പറഞ്ഞില്ല. നാമങ്ങൾ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഓം നമഃശിവായ. അതാണ് നമുക്ക് 108 തവണ ഉരുവിടേണ്ട നാമം എന്ന് പറയുന്നത്. പിന്നെ അതിന് കൂടെ ഓരോ നാമങ്ങളും നമ്മൾ 3 തവണയാണ് ചൊല്ലുക. ഇങ്ങനെ നമുക്ക് നാമങ്ങൾ മാത്രം ചൊല്ലി നമുക്ക് സമയം കളയാനില്ല എന്നുള്ളത് കൂടിയുണ്ട്. നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ കൂടി ചെയ്യണം. ഈ കർമ്മങ്ങൾ നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, കർമ്മങ്ങൾ കൂടി ചെയ്യാനുള്ള സമയം നമുക്ക് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം, അതേ കൂടെ നമ്മൾ പ്രാർത്ഥനകളും കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഓരോന്നിലും ഈശ്വരനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നതും നല്ലതായിട്ട് വരും. നല്ലതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ഈശ്വരനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രീതിയിൽ അവരവരുടെ കർമ്മം ചെയ്യുക. അവരവരുടെ കർമ്മം ചെയ്യണതിനൊപ്പം തന്നെ ഓരോ നിമിഷവും ചെയ്യുന്ന കർമ്മം നല്ലതാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പം 108 തവണ സന്ധ്യയ്ക്ക് വിളക്കൊളുത്തിയതിന് ശേഷം ഓം നമഃശിവായ ചൊല്ലാൻ പറ്റും. കൂടാതെ ഓം ഉമാമഹേശ്വരായ നമ, ഓം പാർവതി വല്ലഭായ നമ, ഓം ശ്രീം നമഃശിവായ എന്ന് പറഞ്ഞാൽ 2 പേരുമായി, ദേവിയുമായി, ശക്തിയുമായി, ശിവനുമായി. അപ്പം ഓം ശ്രീം നമഃശിവായ എന്നുള്ള രീതിയിൽ മന്ത്രങ്ങളൊക്കെ 3 തവണ ചൊല്ലിയാൽ മതി. ബാക്കിയുള്ള നമ്മുടെ ശിവപഞ്ചാക്ഷരി മന്ത്രം അത് ഓം നമഃശിവായ എന്നുള്ളത് 108 തവണ ചൊല്ലുക. 108 തവണ ചൊല്ലിയതിന് ശേഷം നമ്മൾ ഈ പുഷ്പങ്ങൾ അർപ്പിച്ചു. ജലം, ദീപ, ധൂപ ആരതികൾ എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, അത് വാഴപ്പഴമാണെങ്കിൽ വാഴപ്പഴം വയ്ക്കുക, മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി വയ്ക്കുക. ആ രീതിയിൽ ഒരു നൈവേദ്യം ഈശ്വരന് അർപ്പിക്കുക. എന്നിട്ട് പൂജ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ നേദിച്ചതെല്ലാം പ്രസാദമായിട്ട് എടുക്കണം എന്നാണ് പറയുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ശക്തി വരുന്നത്. അതായത് പൂവാണെങ്കിൽ അതിനൊരു പൂവെടുത്തിട്ട് നമ്മൾ ചൂടുക. അതേപോലെ തീർത്ഥം സേവിക്കുക, നെറുകിൽ ഒഴിക്കുക. പിന്നെ അതേപോലെ പഴങ്ങൾ നേദിച്ചതിൽ നിന്ന് എടുത്തിട്ട് കഴിക്കുക. അത് എല്ലാവർക്കും മുറിച്ച് കൊടുത്ത് വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിട്ട് അത് കഴിക്കുക. അങ്ങനെ നേദിച്ചത് എന്തായാലും അതിൽ നിന്നൊരു പങ്ക് നമ്മൾ പ്രസാദമായിട്ട് സ്വീകരിക്കണം എന്നാണ് പറയുക. പിന്നെ ഉള്ളത് സ്ത്രീകളോട് പറയാനുള്ളതാണ്. സ്ത്രീകൾ വൈകുന്നേരത്തെ ഈ പൂജയ്ക്ക് നമ്മൾ കുങ്കുമച്ചെപ്പും കൺമഷിയും വെക്കണം എന്നാണ് പറയുക സ്ത്രീകൾക്ക്. അപ്പോൾ കൺമഷി കല്യാണം കഴിയാത്ത കുട്ടികൾ കൺമഷി എടുത്തിട്ട് കണ്ണിലെഴുതുക. കല്യാണം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കുങ്കുമം എടുത്തിട്ട് നമ്മുടെ സീമന്തരേഖയിൽ ചേർക്കുക. അത് കുടുംബൈശ്വര്യത്തിന് നല്ലതാണ് എന്നാണ് പറയുക. ഇത്രയാണ് നമുക്ക് നാളത്തെ പ്രദോഷവ്രതത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം എല്ലാവരും നാളെ വിളക്ക് കൊളുത്തു 6:15 6:40 ഇടയ്ക്ക്. അപ്പം നമുക്ക് എല്ലാ വീട്ടിലും ഈ ഒരു സമയത്തിനുള്ളിൽ ശിവശക്തി സങ്കല്പത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് ആ ശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. എല്ലാവർക്കും പ്രദോഷ കാലത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല അറിവുകൾ എനിക്കറിയാവുന്നത് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഒന്ന് ചെയ്തിട്ടേക്കൂ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.